ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോടും ഈ ലോകത്തോടും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മകനെ, മകളെ, നിനക്ക് ക്ഷമിക്കുവാനുള്ള കഴിവുണ്ടോ? ഇന്ന് ലോകത്തിൽ ക്ഷമിക്കുവാനായിട്ടുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷമ എന്താണെന്ന് പോലും ആർക്കും അറിയാൻ മേലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇത്രയും നമ്മൾ തിരക്കിട്ട ഈ ജീവിതയാത്രയിൽ വെപ്രാളവും ബഹളങ്ങളും നാം തന്നെ അല്ലാതാക്കി തീർക്കുന്ന ജീവിത ശൈലിയാണ്. നമ്മുടെ എടുത്തുചാട്ടവും ഇത്ര പരാജയമാണ് പലപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കാനുള്ള നമ്മുടെ ആ മനസ്സുണ്ടല്ലോ, എവിടെയോ ഇല്ലെന്നായതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനൊക്കെ പഠിപ്പിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ആ യുവത്വങ്ങളിലോ ഒക്കെ അതൊക്കെ എവിടെയോ ആകുന്നതായിട്ട് തോന്നുന്നു. നമ്മളെ ക്ഷമിക്കാൻ പഠിക്കുമ്പോൾ ആ ക്ഷമയിലൂടെ നമ്മൾ നേടുന്നത് ഒത്തിരിയേറെ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ച് തന്നതല്ലേ. ആ കുരിശിൻ്റെ വഴിയിലൂടെ അത്രയേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടും ഒരു അനാവശ്യമായ ഒരു വാക്ക് പോലും പറയാതെ നിർവികാരനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു നിന്ന നസ്രയനായ ഈശോവിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈശോ പറഞ്ഞു മത്തായി 6:14, മറ്റുള്ളവരോട് തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ആ പിതാവ് ഇരുകരങ്ങളും നീട്ടി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ ക്ഷമയോടെ മറ്റുള്ളവരോട് ക്ഷമിച്ച് സ്നേഹിച്ച് മറ്റുള്ളവരെ ബഹുമാനിച്ചുമൊക്കെ നിൽക്കുമ്പോൾ തമ്പുരാൻ നാം പോലും അറിയാതെ തമ്പുരാൻ നമ്മുടെ അരികത്തെ കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന് പ്രഭാഷകൻ 28:2 പറഞ്ഞു തരുന്നു. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹമാകുമെന്ന് 1 പത്രോസ് 2:19 പറഞ്ഞു തരുന്നു. അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.